ആദ്യമായി കുട്ടികളോട് സംസാരിക്കുന്നതിന് വേണ്ടി സച്ചിമാഷെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് കാവ്യശിഖയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുള്ളത്. ഇന്ന് ആഹ്ലാദം മുൻപെന്നത്തെക്കാളും എന്നതിൽ ഏറെയാണ്. അതിന് കാരണം ഈ വളർന്നു വരുന്ന കവികൾ കൂടിയായ കുട്ടികളുടെ സാന്നിധ്യവും അവരുടെ മാതാപിതാക്കളുടെയും അനേകം സഹൃദയരുടെയും സാന്നിധ്യവുമാണ്. എന്ന് മാത്രമല്ല, ഇഷ്ടകവിതയുടെ 500ാമത്തെ പതിപ്പിൻ്റെ ഒരു ആഘോഷം, 500ാം കവിത പ്രസിദ്ധീകരിച്ചതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് എന്നത് സവിശേഷമായ ആനന്ദം നൽകുന്നുണ്ട്. ഇവിടെ അനേകം തവണ അനേകം പേർ പരാമർശിച്ച ഒരു കാര്യം കവിത മരിക്കുകയാണ് എന്ന പരാതി ആയിരുന്നു. ആ പരാതി ഒരിക്കലും ഉയർത്തിയിട്ടില്ലാത്ത ഒരാൾ എന്ന നിലയിൽ കവിത മരിക്കുകയല്ല, കവിത മാറുകയാണ്, ജീവിക്കുകയാണ്, അത് അനേകം ജന്മങ്ങൾ ജീവിക്കുകയാണ് എന്ന് പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. അനേകം അഭിമുഖകാരന്മാർ എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കവിത മരിക്കുകയാണ് എന്ന് പലരും പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, കവിതകൾ ഒരുപക്ഷേ എല്ലാ കാലത്തെക്കാളും എഴുതപ്പെടുന്ന ഒരു കാലമാണ് ഇത്. കവിതയുടെ ഭാവം മാറുന്നു, ഭാഷ മാറുന്നു. കവിതയിലേക്ക്, എന്തിന് ഭാഷയിലേക്ക് തന്നെ ഒരിക്കലും കടന്നു വന്നിട്ടില്ലാത്ത ആളുകൾ ഭാഷയിലേക്കും കവിതയിലേക്കും കടന്നു വരുന്നു. ഇന്ന് അനേകം ഗോത്രഭാഷകളിൽ ഉൾപ്പെടെ എഴുതുന്ന കവികൾ ഉയർന്നു വരുന്നു. അവർ പ്രസിദ്ധീകരിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു. അത് ദളിത കവികളായാലും ഗോത്രകവികളായാലും പല രീതികളിൽ പാർശ്വവൽകൃതരായ സമുദായങ്ങളിലെയും വിഭാഗങ്ങളിലെയും കവികളായാലും അവരുടെ എല്ലാം ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു എന്നത്, അവരുടെ വേദനകൾ, അവരുടെ ആഹ്ലാദങ്ങൾ, അവരുടെ സംഘർഷങ്ങൾ നാം ഒരിക്കൽ കൂടി ശ്രവിക്കാൻ ആരംഭിക്കുന്നു എന്നത് വളരെ ശുഭകരമായൊരു കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ചാക്കോ ആണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇതുവരെ കേൾക്കാത്ത ആളുകളുടെ ശബ്ദം കേൾക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്ന്. ജനാധിപത്യമാകുന്നത് ഇതുവരെ കാണാത്ത ആളുകളെ നാം കാണുകയും ഇതുവരെ കേൾക്കാത്ത ആളുകളെ കേൾക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ ആണ് എന്ന്. കവിതയിലെ ജനാധിപത്യവും ആ രീതിയിലാണ് ജീവിക്കുകയും വളരുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നത്. നാം പുതിയ ശബ്ദങ്ങൾ കേൾക്കുന്നു, പുതിയ ഘടനകൾ, പുതിയ രൂപങ്ങൾ, പുതിയ ശൈലികൾ, പുതിയ ഭാഷകൾ കവിതയിലേക്ക് കടന്നു വരുന്നു. ആ രീതിയിൽ കവിത ഏറെ ആഘോഷിക്കപ്പെടുകയും ദൈനംദിന ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം നിസ്സംശയമായും ജീവിക്കുന്നത്. ഈ കവികളെല്ലാം അനേകം നൂറ്റാണ്ടുകൾ അതിജീവിക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയില്ല, എൻ്റെ നൂറ്റാണ്ട് അവസാനിക്കാറായി എന്നതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോൾ അവർ ജീവിക്കുന്നുണ്ട്, അവർ തങ്ങളുടെ ജീവിതത്തെ തങ്ങളുടെ രീതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. കാലം തീരുമാനിക്കും, എന്നും കാലമാണ് തീരുമാനിച്ചിട്ടുള്ളത് ആര് അതിജീവിക്കുന്നു, ആര് അതിജീവിക്കാതിരിക്കുന്നു എന്നത്.
അതിന് കൃത്യമായ എഴുതപ്പെട്ട നിയമങ്ങളില്ല. മാറി മാറി വരുന്ന സഹൃദയത്വത്തിൻ്റെ സ്വഭാവങ്ങൾ, മാറി വരുന്ന തലമുറകളുടെ വായനാശീലങ്ങൾ, മാറി വരുന്ന ഭാഷകളും കാവ്യസങ്കല്പങ്ങളും, ഇതെല്ലാമാണ് കവിതയുടെ അതിജീവനത്തെക്കുറിച്ചുള്ള ആത്യന്തികമായ തീരുമാനം എടുക്കുന്നത്. ആത്യന്തികം എന്ന വാക്ക് പോലും ഒരുപക്ഷെ ഞാൻ തെറ്റിപ്പറഞ്ഞതാണ് എന്ന് പറയാം. കാരണം ചിലപ്പോഴൊക്കെ ഒരിക്കൽ പൂർണ്ണമായും വിസ്മൃതരായ എഴുത്തുകാർ ഓർമ്മയിലേക്ക് ഉയർന്നു വന്ന, അനശ്വരതയിലേക്ക് ഉയർന്നു വന്ന കഥ കൂടിയാണ് കവിതയുടെ അഥവാ സാഹിത്യത്തിൻ്റെ മുഴുവൻ കഥ. ജീവിച്ചിരിക്കുമ്പോൾ ജർമ്മനിയിലെ ഒരാളും അറിയാതിരുന്ന ഫ്രാൻസ് കാഫ്ക എന്ന ആളാണ് പിന്നീട് ജർമ്മനിയിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ. മരണശേഷം മാക്സ് ബ്രോഡ് എന്ന ആൾ അദ്ദേഹത്തെ എൻ്റെ കയ്യിലായിരുന്നു ആ കൈയെഴുത്ത് പ്രതികൾ. അത് പ്രസിദ്ധീകരിച്ചതോടുകൂടി ആത്മവിശ്വാസം ഇല്ലാതെ പ്രസിദ്ധീകരിക്കാതിരുന്ന ഒരാളാണെന്ന് ഓർക്കണം ഈ നാം ഇന്ന് കൊണ്ടാടുന്ന കാഫ്ക എന്നയാൾ. പക്ഷെ അന്ന് ഈ മാക്സ് ബ്രോഡ് അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയും അപ്പോഴേക്കും കാഫ്ക മരിച്ചു കഴിഞ്ഞിരുന്നു. അത് ലോക ക്ലാസിക്കുകളിൽ എണ്ണപ്പെട്ട നോവലുകളായി അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ കരുതപ്പെടുകയും ചെയ്തു. കാസിലായാലും ട്രയലായാലും അദ്ദേഹത്തിൻ്റെ മെറ്റമോർഫോസിസ് പോലുള്ള ഗംഭീരങ്ങളായ കഥകളായാലും ഇവയൊക്കെ ലോകത്തെ ഏറ്റവും പ്രശസ്തങ്ങളായ ക്ലാസിക്കുകളായി മാറി. ഈ തരത്തിലുള്ള വിചിത്ര ചരിത്രങ്ങളാണ് ഒരുപക്ഷെ സാഹിത്യത്തിൻ്റെ എല്ലാ രൂപങ്ങൾക്കും ഉള്ളത്. അത് കവിതയെ സംബന്ധിച്ചും ശരിയാണ്. വിസ്മരിക്കപ്പെട്ട കവികൾ ഓർമ്മയിലേക്ക് ഉയർന്നു വരുന്നു. ആഘോഷിക്കപ്പെട്ട കവികൾ വിസ്മൃതിയിലേക്ക് ചിലപ്പോൾ മറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ ആകസ്മിക ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ സന്ദർഭത്തിൽ ഇരുന്നു കൊണ്ടാണ് നാം ഇന്ന് ഈ ഇഷ്ട കവിതയുടെ 500ാമത്തെ കവിതയുടെ പ്രസിദ്ധീകരണം ഒരു കവിതാ പൂരം കൊണ്ട് ആഘോഷിക്കുന്നത്. കവിതാപൂരം എന്ന വാക്ക് എൻ്റെ മനസ്സിൽ ഉയർത്തുന്ന സമീപകാലത്ത് പൂരകാലത്ത് തന്നെ എഴുതിയ ഒരു കവിതയാണ് പൂരവെയിൽ എന്ന കവിത. കേമമായിട്ടൊന്നുമല്ല, എൻ്റെ ഒരു കവിതയും കേമമാണെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. എപ്പോഴും ഞാൻ അതിനെ എന്നെ തന്നെ കടന്നു പോകാനാണ് ശ്രമിച്ചു പോന്നിട്ടുള്ളത്. കവികൾ അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ പൂരവെയിൽ വാസ്തവത്തിൽ പൂരാഘോഷത്തെക്കുറിച്ചല്ല. ഞാൻ ഒരുപക്ഷെ അത്തരത്തിലുള്ള നിഷേധാത്മകമായ ഒരു കവിത ഇവിടെ വായിക്കരുത് എന്ന് വാദിക്കുന്നവർ ഉണ്ടായി എന്ന് വരാം. പക്ഷെ അതിൽ കാരണം പൂരത്തിന് ഞാൻ പങ്കുകൊണ്ടിട്ടുണ്ട്, കാണാൻ വന്നിട്ടുണ്ട്, ആലഞ്ചിവട്ടിലെ മേളം ആസ്വദിച്ച് കേൾക്കുകയും തലയാട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അറിയാതെ എൻ്റെ കണ്ണ് ആ വെയിലത്ത് ചൂടിൽ പതിഞ്ഞു നിൽക്കുന്ന ആനകളുടെ കാലിലേക്കാണ് പോകാറുള്ളത്. വെയിൽ കൊണ്ട് വലിയ ഭാരം ശിരസിലേറ്റി, വലിയ ഭാരം, അതിലും വലിയ ഭാരം, അനേകം ആളുകളുടെ ഭാരം മുതുകിലേറ്റി നിൽക്കുന്ന ഈ ആനയോടാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ അനുഭാവം എനിക്ക് തോന്നാറുള്ളത്. അത് ആനയോട് മാത്രമുള്ള സഹഭാവമല്ല. അത്തരത്തിൽ മുതുകിൽ അനേകം പേരെ ഏറ്റുന്ന ആഘോഷത്തിൻ്റെയും ചടങ്ങിൻ്റെയും ഭാഗമായി മാത്രം മാറ്റപ്പെടുകയും പിന്നീട് അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന അനേകം മനുഷ്യരുടെ ഒരു പ്രതീകം കൂടിയാണ് വാസ്തവത്തിൽ ആ പാവപ്പെട്ട, വെയിൽ കൊള്ളുന്ന, വേദനിക്കുന്ന, എല്ലായ്പ്പോഴും പാപ്പാൻ കുത്തി നോവിക്കുന്ന ആന. അതുകൊണ്ട് ഈ പൂരാഘോഷത്തിൻ്റെ സന്ദർഭത്തിൽ പൂരത്തിൽ എഴുന്നള്ളിക്കപ്പെടുന്ന ആനകളുടെ വേദനകൾക്കും പ്രസക്തിയുണ്ട് എന്ന തോന്നൽ കൊണ്ടാണ് ഞാനൊരു കവിത വായിച്ച് എനിക്ക് പറയാനുള്ള അല്പം ചില കാര്യങ്ങൾ പറയുകയും കൂടുതൽ സമയം സംവാദത്തിന് നൽകുകയും ചെയ്യാം എന്ന് കരുതുന്നത്. ഞാനൊരു നല്ല കവിത വായനക്കാർ സുമേഷൊക്കെയാണിത് വാസ്തവത്തിൽ വായിക്കേണ്ടത്. ഞാൻ എൻ്റെ പരുക്കൻ സ്വരത്തിൽ, പരുക്കൻ രീതിയിൽ അത് വായിക്കാം. നിങ്ങളിൽ പലരും വായിച്ചിട്ടും ഉണ്ടാകാവുന്ന കവിതയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിൽ വന്നതാണ്. പൂരവെയിൽ.
തളർന്നോ ചെണ്ടക്കാര, തളർന്നോ കുഴൽക്കാര, തളർന്നോ വെഞ്ചാമരം ആലവട്ടവും പൊന്നിൻ തിടമ്പും അവയ്ക്കെല്ലാം പിന്നിലെ ജന്മങ്ങളും. തളർന്നുവല്ലോ മേടവെയിലുരുക്കിടുമെന്മെയ്, തളരാത്തതീ പഞ്ചാരിക്കൊപ്പം തലയാട്ടും മനുഷ്യക്കടൽ. തിരയുയരുമ്പോൾ ആ നൃത്തം പനയോല തൻ രുചി കൈപ്പാക്കും വെയിലിലും ഇരുമ്പിൻ മുനകുത്തി നോവിക്കും യജമാനൻ. ഉടലിൻ നിഴലിൽ വന്നവനൻ തണൽ തേടും, പതുക്കെ കൊമ്പാൽ കുത്തി വേവിക്കാനപ്പോൾ തോന്നും. വാക്കുകൾ കവിതയിൽ ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും അപ്രതീക്ഷിതമായി ഉണ്ടാവുന്നത്. കുത്തി നോവിക്കുക എന്നാണ് നമ്മൾ സാധാരണ പറയുക. എനിക്കിത് എഴുതിയപ്പോൾ പെട്ടെന്ന് വന്ന വാക്ക് കുത്തി വേവിക്കുക എന്നാണ്. പ്രത്യേകിച്ച് വെയിലിനെ കുറിച്ച് കൂടി ആലോചിച്ചു. പതുക്കെ കൊമ്പാൽ കുത്തി വേവിക്കാനപ്പോൾ തോന്നും. അകല വ്യാപാരികൾ ഇവിടെ കൊട്ടും പാട്ടും, ഇവനോ ഉടലാകെ അഗ്നിപർവ്വതം പോലെ, ഇവനോ ഉടലാകെ അഗ്നിപർവ്വതം പോലെ. ഏതു ദൈവമോ മസ്തകത്തിൽ വന്നിരിക്കുന്നു, ഏതൊരാളുകൾ എൻ്റെ മുതുകിൽ കയറുന്നു. സഹ്യൻ്റെ മകനായി, ഒരു കവിത ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണത്. സഹ്യൻ്റെ മകനായി നിർഭയം നടന്നു ഞാൻ പശ്ചിമഘട്ടത്തിൻ്റെ വനത്തിൽ താഴ്വാരത്തിൽ. തോഴിമാർ കൂടെ കൂടി ഉണ്ണികൾ കുണുങ്ങിയൻ കാലിൻ്റെ മറപറ്റി ആടിപ്പോയി അരുവിതൻ തീരത്തു ദാഹം തീർക്കാൻ, കരിമ്പാൽ പശി തീർക്കാൻ. കാണിടാമിപ്പോഴുമെൻ കാലടി മണലതിൽ പോയിരുന്നിടാം, ഏറെയുണ്ണികൾ അതിലൂടെ. എനിക്ക് വനത്തിനു പകരം ജനക്കൂട്ടം, എനിക്കു കാറ്റ് ഈ ചെണ്ട, മഴയോ ഇലത്താളം. ഇലകൾ കുടകളായി വിരിഞ്ഞു, പൂവിൻ മണം വരുന്നു പെണ്ണിൻ മുടിതൻ ലതകളിൽ നിന്നും. മൃഗങ്ങളെല്ലാം കളിപ്പാവകളായി കാടിനരുവിയൊഴുകുന്നു കുഴലിൻ സിരകളിൽ. മനുഷ്യർ പറയുമ്പോൾ ഞാൻ തടി പിടിക്കുന്നു, മനുഷ്യർ കൽപ്പിക്കുമ്പോൾ ഇണചേരുന്നു. കാലിൽ കിലുങ്ങും ഇരുമ്പിൻ്റെ ചങ്ങല അഴിക്കാതെ. പ്രാണനോ വേണ്ടു അതോ പ്രേമമോ, പ്രാണനോ വേണ്ടു അതോ പ്രേമമോ ചോദിക്കുന്നു മാനുഷർ സ്വന്തം വംശം മരിപ്പതറിയാതെ, സ്വന്തം വംശം മരിപ്പതറിയാതെ. കവിത വായിച്ചത് എൻ്റെ കവിതയിൽ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു ഉത്കണ്ഠയുടെ ആവിഷ്കാരം എന്ന രീതിയിൽ കൂടിയാണ്. നാം കാലാവസ്ഥാ വ്യതിയാനത്തെയോ പരിസ്ഥിതി മാറ്റത്തെയോ കടലിൻ്റെ നിരപ്പുയരുന്നതിനെയോ അല്ലെങ്കിൽ ധ്രുവത്തിൽ ഹിമമുരുകുന്നതിനെയോ ഒക്കെ പലപ്പോഴും കാണുന്നത് വിദൂരമായ നിസ്സാരമായ എന്തൊക്കെയോ പരിസ്ഥിതി പരിവർത്തനങ്ങൾ മാത്രം എന്ന നിലയിലാണ്. എന്നാൽ എൻ്റെ ഒരു കവിതയിൽ ചരിത്രം എന്നൊരു വളരെ മുമ്പ് തന്നെ എഴുതിയൊരു ചരിത്രം എന്ന കവിതയിൽ ഞാൻ പറയുന്നുണ്ട്, മനുഷ്യരുടെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ചത് അവരായിരുന്നു. ആ പ്രാണികൾ, ആ ജന്തുക്കൾ, ആ അനേകം മൃഗങ്ങൾ, അതിനു മുമ്പുണ്ടായിരുന്ന വൃക്ഷങ്ങൾ, പായലുകൾ, അമീബ പോലുള്ള കൊച്ചു കൊച്ചു ഏകകോശ ജീവികൾ, ഇവയൊക്കെയാണ് മനുഷ്യൻ്റെ ജന്മത്തിന് സാക്ഷ്യം വഹിച്ചത്. ഒരു പക്ഷേ മനുഷ്യൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കുകയും അവ തന്നെ ആയിരിക്കാം എന്ന്. അതുപോലുള്ള ആ സ്വരം വരുന്ന അനേകം കവിതകൾ സമീപകാലത്തായി അറിയാതെ വരുന്നതാണ് പലപ്പോഴും കൂടുതലായി എൻ്റെ
രചനാ ലോകത്ത് കടന്നു വരുന്നുണ്ട്. ഈ ഭയം മനുഷ്യവംശം താൽക്കാലികമായി വന്നു പോകുന്ന ഒരു പ്രതിഭാസം മാത്രമാണോ എന്ന ഭയം, അത് വ്യക്തിപരമായ നശ്വരതയെക്കുറിച്ചുള്ളൊരു ഭയമല്ല, ഒരു മഹാവംശത്തിൻ്റെ തന്നെ താൽക്കാലികതയെക്കുറിച്ചുള്ള ഒരു വലിയ ഉത്കണ്ഠയാണ്. ഇത് ആ കവിതയെക്കുറിച്ച് ആ കാര്യം ഒരു ഉത്കണ്ഠ ഞാൻ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ പൊതുവായ കവിതകളിൽ കാണുന്ന ഉത്കണ്ഠകളിൽ ഒന്ന് എന്ന നിലയ്ക്ക് അത് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായും ഈ കുട്ടികൾ ശുഭാപ്തി വിശ്വാസികളായി മാറണമെന്നും പ്രതീക്ഷ നിറഞ്ഞ കവിതകൾ എഴുതണം എന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെപ്പോലെ ഞാനും. ഞങ്ങളുണ്ടാവുമെന്ന്, മനുഷ്യരുണ്ടാകുമെന്ന്, കൂടുതൽ നല്ല ഒരു ലോകമുണ്ടാകുമെന്ന്, ഇരുട്ടില്ലാത്ത, അസമത്വമില്ലാത്ത, പല രീതികളിലുള്ള അധികാര ഗർവുകളില്ലാത്ത, സ്നേഹം നിറഞ്ഞ ഒരു ലോകമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കവികളായി തന്നെ ഇവർ വളരുമെന്നും വളരണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് സ്വാഭാവികമായും ഞാനും. കവിത എന്താണ് എന്ന ചോദ്യം ഒരുപക്ഷെ എല്ലാ കവികളെയും പോലെ എനിക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ കവികളെയും പോലെ ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ നിശബ്ദനോ പരിഭ്രാന്തനോ ആയിട്ടുമുണ്ട്. കാരണം ഒരൊറ്റ നിർവചനത്തിൽ, ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു രൂപമല്ല, എന്നാൽ വളരുന്ന, മാറുന്ന ഒരു ജൈവ ആവിഷ്കാര രൂപമാണ് കവിത എന്ന് എല്ലാ കാലത്തും ഞാൻ വിശ്വസിച്ച് പോന്നിട്ടുമുണ്ട്. എങ്കിലും എന്താണ് കവിതയുടെ ഘടകങ്ങൾ എന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി പലപ്പോഴും ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. നിശ്ചയമായും കവിതയിൽ അനുഭവമുണ്ട്, ഓർമ്മയുണ്ട്, ഭാവനയുണ്ട്, ഭാഷയുണ്ട്, ഘടനയുണ്ട്. ഒരുപക്ഷെ കവിതയുടെ ഇതൊരു നിർവചനമൊന്നുമല്ല, പക്ഷെ കവിതയുടെ പ്രധാന ഘടകങ്ങളായി ഞാൻ കാണുന്നത് ഇവയെല്ലാമാണ്. എന്നെ ഒരുപക്ഷെ എല്ലാ കവികളെയും ഒക്കെ തന്നെ കവിത എഴുതിപ്പിക്കുന്നത് ഇതെല്ലാമാണ്. താൻ കടന്നു പോകുന്ന, താൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ മാത്രമല്ല, താൻ ജീവിക്കുന്ന സമൂഹം മുഴുവനുമാണ്, ഒരു കാലം മുഴുവനുമാണ്. താൻ കടന്നു പോകുന്ന കാലത്തിൻ്റെ വേപതു, അതിൻ്റെ വേദന, അതിൻ്റെ ഉത്കണ്ഠ, അതിൻ്റെ അനേക രീതികളിലുള്ള ആകാംക്ഷകൾ, സ്വപ്നങ്ങൾ, ഇവയൊക്കെ കവിത സ്വാഭാവികമെന്ന പോലെ പ്രതിഫലിപ്പിക്കുന്നു. അത് നാം സമൂഹത്തിലേക്കൊരു കണ്ണാടി പിടിച്ച പോലെ, അല്ലെങ്കിൽ അവനവനിലേക്കൊരു കണ്ണാടി പിടിച്ച പോലെ നാം ഈ അനുഭവത്തെ മുഴുവൻ കണ്ട് നിൽക്കുകയും അതിൻ്റെ ഏതെങ്കിലും ചില അംശങ്ങളെയും എങ്കിലും നമ്മുടെ കവിതയിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ് ഓർമ്മ. ഓർമ്മ എന്ന വാക്കും ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മസ്തിഷ്കധർമ്മം എന്ന നിലയിലുള്ള ഓർമ്മയെക്കുറിച്ച് മാത്രമല്ല, ഒരാൾക്കുള്ളത് അയാളുടെ ഓർമ്മ മാത്രമല്ല, മനുഷ്യർ കടന്നു പോകുന്ന, ഒരുപക്ഷെ ജീവജാലം മുഴുവൻ കടന്നു പോകുന്ന ഒരു ദീർഘചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മ, മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഓർമ്മ, അതിനു മുമ്പുള്ള അനേകം മനുഷ്യരുടെ, ആദം ഉണ്ടായിരുന്നെങ്കിൽ ആദമിൻ്റെയും ഹവ്വയുടെയും കാലം മുതലുള്ള ഓർമ്മ, ആദവും ഹവ്വയും ജനിക്കുമ്പോൾ തന്നെ കണ്ടിരിക്കാവുന്ന അനേകം ജന്തുക്കളുടെയും വൃക്ഷങ്ങളുടെയും ഓർമ്മ. ഈ രീതിയിൽ കവിയുടെ ഓർമ്മ പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഈ രീതിയിലാണ്. സ്വന്തം ഓർമ്മ അതിൽ കലരുന്നുണ്ട്, പക്ഷെ തൻ്റെ വൈയക്തികമായ ഓർമ്മകൾ മാത്രമല്ല, ഈ രീതിയിലുള്ള അനേകം
തലമുറകളുടെ പരമ്പരകളുടെ ഓർമ്മകളുടെ ഒരു തുടർച്ച, ഒരു കണ്ണി എന്ന നിലയിലാണ് കവിയും തൻ്റെ ഓർമ്മയെ കാണുന്നത്. കവി എന്നത് ഞാൻ ജെൻഡർ ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഓരോ തവണയും കവി കവയത്രി എന്ന് പറയാൻ വിഷമമുള്ളതുകൊണ്ട് മാത്രമല്ല ഈ കവയത്രി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല, വളരെ കാലമായിട്ട് ഉപയോഗിക്കാറില്ല. അത് ഇംഗ്ലീഷിൽ വളരെ മുമ്പേ തന്നെ ഈ പോയറ്റസ് എന്നുള്ള വാക്ക് ഇല്ലാതായി കഴിഞ്ഞു. നമ്മൾ സ്ത്രീകളായിട്ടുള്ള കവികളെക്കുറിച്ച് കവി എന്നുള്ള പോയറ്റ് എന്ന് തന്നെയാണ് പറയാം. മലയാളത്തിലും അങ്ങനെ ആക്കണമെന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാനത് പ്രയോഗത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കവിയുടെ ഓർമ്മ അനേകം പരമ്പരകളുടെ ഓർമ്മ ഉൾക്കൊള്ളുന്ന, തൻ്റെ കൂടി വൈയക്തികമായ ഓർമ്മകൾ ചേരുന്ന ഒരു ഓർമ്മയുടെ പ്രവാഹമോ ഓർമ്മയുടെ കടലോ ഒക്കെ തന്നെ ആണ്. അത് സ്വാഭാവികമായും കവി എഴുതുമ്പോൾ കവിയുടെ ഓർമ്മ കൂടി പ്രവർത്തിക്കുന്നു. തൻ്റെ വ്യക്തിപരമായ വേദനകളുടെ ഓർമ്മയും തൻ്റെ മനുഷ്യലോകം കടന്നു പോകുന്ന സംഘർഷങ്ങളുടെ ഓർമ്മയും അതിനു മുമ്പ് ഒരുപക്ഷെ ജീവജാലങ്ങൾ കടന്നു പോയിരിക്കാവുന്ന അനേകം ഭീഷണികളുടെ ഓർമ്മയും ഒക്കെ അവരുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ട്. ഇതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കുകയും സർഗാത്മകമായി ഒരു സൃഷ്ടിയായി മാറ്റുകയും ചെയ്യുന്നതിൽ ഏറ്റവും അധികം പങ്കുള്ളത് ഒരുപക്ഷെ ഭാവനയ്ക്ക് ആണ്. ഭാവനയുടെ പ്രധാനപ്പെട്ട ധർമ്മം ഒന്ന് തീർച്ചയായും സങ്കല്പിക്കുക, സ്വപ്നം കാണുക, നാം കാണുന്ന ലോകത്തിനപ്പുറമുള്ള മറ്റൊരു ലോകത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള വലിയ കിനാവുകൾ കാണുക എന്നതാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ഓർമ്മയെയും തൻ്റെ വംശത്തിൻ്റെ ഓർമ്മയെയും തൻ്റെ അനുഭവത്തെയും സമൂഹത്തിൻ്റെ അനുഭവത്തെയും ഒന്നിച്ച് കൂട്ടിച്ചേർക്കുക എന്ന ഒരു ധർമ്മവും ആണ്. ഈ ഭാവന ചിലപ്പോഴൊക്കെ യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്കും പോയി എന്ന് വരാം. അത് നാം നോവലുകളിൽ കണ്ടേക്കാം, കവിതകളിലും കണ്ടേക്കാം. അയഥാർത്ഥമായ കാര്യങ്ങളാണല്ലോ ഈ കവി അല്ലെങ്കിൽ ഈ നോവലിസ്റ്റ് എഴുതുന്നത് എന്ന് പറഞ്ഞേക്കാം. പക്ഷെ മനുഷ്യൻ്റെ ഭാവന കവിയോ എഴുത്തുകാരനോ ഒന്നും അല്ലെങ്കിലും ഈ ഭാവന പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ മാലാഖമാരെക്കുറിച്ചും ഗന്ധർവന്മാരെക്കുറിച്ചും അപ്സരസ്സുകളെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും ഒക്കെ വളരെ കാലമായിട്ട് സംസാരിച്ചു പോന്നിട്ടുണ്ട്. ഒരു യുക്തിവാദിക്ക് ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ കവി ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു യുക്തിവാദി അല്ല. ഇത് ഇല്ലായിരിക്കാം, പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് നിലനിൽക്കുന്നു. എൻ്റെ ആലോചനയിലൊരു അപ്സരസുണ്ട്, എൻ്റെ സ്വപ്നത്തിലൊരു ഗന്ധർവനുണ്ട്, ഒരു ജിന്ന് എൻ്റെ ജീവിതത്തിൽ നിരന്തരം കാര്യങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്. ഒരു അലാവുദ്ദീൻ തൻ്റെ അത്ഭുത വിളക്ക് കൊണ്ട് അനേകം കാര്യങ്ങൾ സ്പർശിക്കുകയും മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ തരത്തിൽ നമ്മുടെ മനസ്സുകളെ നിരന്തരം ആലോചിക്കാനും ഒരുപക്ഷെ അയഥാർത്ഥങ്ങളില്ലാത്ത ലോകങ്ങളിലേക്ക് പോലും സഞ്ചരിക്കാനും പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഭാവന. അത് ഞാൻ പറഞ്ഞ പോലെ അനുഭവത്തെയും ഈ ഓർമ്മയെയും ഒക്കെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ഘടകം, ഇത് മൂന്നും ഉണ്ടായാൽ കവിയാവില്ല. നാലാമത്തെ ഘടകം വളരെ പ്രധാനമാണ്, ഭാഷ ആണ്. ഈ മൂന്നിനെയും ഒന്നിച്ചു ചേർക്കാൻ, അതിനെ ആവിഷ്കരിക്കാൻ, അതിന് രൂപം നൽകാൻ ഭാഷ വേണം. കവിതയുടെ ഭാഷയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് നാം സംസാരിക്കുന്ന ഭാഷയോട് വളരെ അടുത്ത് നിൽക്കുന്നതായി തോന്നാമെങ്കിലും നമുക്കറിയാം അത് നമ്മളെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരം സംസാരിക്കുന്ന ഭാഷയല്ല. അത് കുറെ കൂടി കുറുകിയതാണ്, സാന്ദ്രം അല്ലെങ്കിൽ കുറുകിയ ഭാഷയാണ്. അത് പ്രത്യക്ഷ ഭാഷ, അതായത് നേരിട്ട് സംവേദനം ചെയ്യുന്ന ഭാഷ ആകണമെന്നില്ല. അത് ഏതോ രീതിയിൽ അതിനൊരു പരോക്ഷത ഉണ്ട്. അത് പ്രത്യക്ഷമല്ല. ചിലപ്പോഴൊക്കെ അത് ഉദ്ദേശിക്കുന്ന അർത്ഥം നിഘണ്ടുവിൽ നോക്കിയാൽ കണ്ടു എന്ന് വരില്ല. അതിലൊരു ബിംബത്തിൻ്റെ, ഒരു ഉപമയുടെ, ഒരു രൂപകത്തിൻ്റെ, ഒരു ഉൽപ്രേക്ഷയുടെ, എന്തിനാ ഒരു വാക്കിൻ്റെ പോലും അർത്ഥം നിഘണ്ടുവിൽ കാണുന്ന അർത്ഥമാകണമെന്നില്ല. അതിന് വേറൊരു അർത്ഥതലം ഉണ്ടായി എന്ന് വരാം.
ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കവികൾ പുതിയ വാക്കുകൾ സൃഷ്ടിച്ച് അതിനു വേണ്ടി ഉദാഹരണത്തിന് വേണ്ടിയാണ് ഞാൻ വേവിനെ ഈ നോവിന് പകരം വേവ് എന്ന വാക്ക് ഉപയോഗിച്ചതിനെ കുറിച്ച് പറഞ്ഞത്. ഇത് കവികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഭാഷയിൽ പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുകയും ചിലപ്പോഴൊക്കെ പുതിയ വാക്കുകൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സുമേഷാണെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നെ ഓർമ്മ. ബഷീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹുത്തിനെ ഹാലിട്ട ലുട്ടാപ്പി എന്നുള്ള ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു സംഭാഷണ ഭാഗം. ഈ ഹുത്തിനെ ഹാലിട്ട ലുട്ടാപ്പി അറബിയിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ബഷീറിൻ്റെ ഭാഷയാണ്, ബഷീർ ഉണ്ടാക്കിയെടുത്ത ഒരു ഭാഷയാണ്. ഒരു പക്ഷേ ഞങ്ങളാരും ഹുത്തിനെ ഹാലിട്ട ലുട്ടാപ്പി പോലുള്ള ഭാഷ ഉണ്ടാക്കുന്നില്ലായിരിക്കാം. പക്ഷെ വാസ്തവത്തിൽ എല്ലാ കവികളും ഈ തരത്തിൽ ഭാഷയെ അല്പമൊന്ന് നിറം കൊടുക്കുകയോ അല്പമൊന്ന് വളച്ചെടുക്കുകയോ അല്പമൊന്ന് മാറ്റിയെടുക്കുകയോ വാക്കുകൾ കൂടിച്ചേരുന്ന രീതികളെ ചെറിയ രീതിയിൽ വിചിത്രമാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വ്യത്യാസം, ഈ പരോക്ഷത നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ച് അപ്രത്യക്ഷമായി പഴയ ആളുകൾ അതിൻ്റെ വക്രോക്തി എന്നൊക്കെ പറയും. ഞാൻ അങ്ങോട്ട് തത്വചിന്തകളിലേക്ക് അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് ഒന്നും സഞ്ചരിക്കുന്നില്ല. അല്പം വളച്ചു കെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ രീതിയിലല്ലാതെ പറയുന്ന ഒരു സമ്പ്രദായം, ഇതും കവിതയെ നിർവചിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. കവിതയുടെ ഭാഷ കുറുകിയ സാന്ദ്രമായ, ആരോ ഇവിടെ പറഞ്ഞു ആ കുട്ടിയുടെ കവിതകളിൽ അനാവശ്യമായൊരു കുത്തുപോലുമില്ല. യഥാർത്ഥത്തിൽ അനാവശ്യമായ വാക്കുകളില്ലാത്ത മിനിമം ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ സംവദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഭാഷ, അതും കവിതയുടെ അതീവ പ്രധാനമായ ഘടകങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഞാൻ ഘടന എന്ന വാക്ക് ഉപയോഗിച്ചത്. കാരണം ഓരോ കവിതയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ സഞ്ചാരം. അത് വൃത്തത്തിലാവാം, ഗദ്യത്തിലാവാം, എങ്ങനെയാലും ഞാൻ ഈ രണ്ടിലും കവിത ആദ്യം മുതലേ എഴുതി പോന്നിട്ടുള്ള, ഇപ്പോഴും വൃത്തം ഉപേക്ഷിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അങ്ങനെ ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്ന്. ഇപ്പോൾ ഈ പൂരവയിൽ അടുത്തെഴുതിയതാണ്. അടുത്തെഴുതിയത് ഞാൻ കുറ്റിപ്പുറമ്പാലൻ 2 എന്നുള്ള കവിത. അങ്ങനെയുള്ള അനേകം കവിതകളുണ്ട്. അപ്പം അതുകൊണ്ട് വൃത്തത്തിലായാലും ഗദ്യത്തിലായാലും ഈ നമ്മളതിൻ്റെ ഖണ്ഡികകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്റ്റാൻസ എന്ന് പറയുന്ന രീതിയിലുള്ള ഖണ്ഡികകൾ തിരിക്കുന്ന രീതിയിൽ വരികൾ, ഒരു വരി അവസാനിപ്പിക്കുകയും വേറൊരു വരി തുടങ്ങുകയും ചെയ്യുന്ന രീതിയിൽ 2 സ്റ്റാൻസകൾക്ക് അല്ലെങ്കിൽ 2 ഭാഗങ്ങൾക്ക് ഇടയിലുള്ള സ്പേസിൻ്റെ രീതിയിൽ, എന്തിന് നേരത്തെ പറഞ്ഞ പോലെ കവിതയിൽ ഉപയോഗിക്കുന്ന കുത്തിൻ്റെയും കോമയുടെയും അല്ലെങ്കിൽ കുത്തും കോമയും ചേർന്ന സെമിക്കോളൻ പോലുള്ള അടയാളങ്ങളുടെയും ഒക്കെ പ്രയോഗത്തിൻ്റെ രീതിയിൽ സാധാരണ സംഭാഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ചിലത് ഉണ്ട്. ഇതിനെല്ലാം ചേർത്താണ് ഞാൻ ഘടന എന്ന വാക്ക് ഉപയോഗിച്ചത്. ഭാഷ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകമായ രീതി, ഭാഷയെ ഓർഗനൈസ് ചെയ്യുന്ന, ഭാഷയെ സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ രീതി അതിലുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു വരി ഇവിടെ മുറിക്കണോ അവിടെ മുറിക്കണോ, കവിത എഴുതുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സന്ദേഹത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾ ആരും പറയാറില്ല പുറത്ത്. പക്ഷേ ഏത് വലിയ കവിയായാലും എഴുതുമ്പോൾ ഒരു സന്ദേഹമുണ്ട്. ആ വരി ഇവിടെയാണ് ഈ മീറ്ററല്ലേ, അപ്പോൾ വൃത്തത്തിൽ എഴുതുന്നതിൻ്റെ ഗുണം നമുക്കറിയാം. ഓക്കെ, ഇത്ര ഗണങ്ങളാണ്, ഇത്ര മാത്രകളാണ്, ഇവിടെയാണ് മുറിക്കേണ്ടത്, കേകയാണ് എഴുതണമെങ്കിൽ നമുക്കറിയാം. എന്നാൽ പോലും നമുക്കറിയാം കഴിഞ്ഞൊരു 70-80 കൊല്ലമെങ്കിലുമായിട്ട് കേക മുതലായതും എഴുതപ്പെടുന്നത് അങ്ങനെ ആ തരത്തിൽ കൃത്യമായി ഗണവും മാത്രം എണ്ണി മുറിച്ചുകൊണ്ടല്ല, അർത്ഥത്തിൻ്റെ ഒരു യൂണിറ്റ് എന്ന നിലയ്ക്ക് ഒരു വരിയെ എടുക്കുകയും അതിൽ ആവശ്യമുള്ളിടത്ത് ആ മുറിവ് വരുത്തുകയും ചെയ്തുകൊണ്ടാണ്. ചിലപ്പോൾ അത് അരവരികളായിട്ട്, നിങ്ങൾക്കറിയാം കേക അരവരിയായിട്ട് എഴുതാൻ പറ്റും. ചിലപ്പോൾ ആ ഒരരവരി ചിലപ്പോൾ മുക്കാവരിയും കാവരിയുമായിട്ട് എഴുതാൻ പറ്റും, അതിൻ്റെ അർത്ഥം വ്യക്തമാകാൻ വേണ്ടി.
അപ്പം ആ രീതിയിൽ നമ്മൾ ഓരോ അത് ഗദ്യത്തിലായാലും അതേ പ്രശ്നമുണ്ട്. ഈ വരി ഇവിടെയാണോ തീരേണ്ടത്, ആ വാക്ക് ഇങ്ങോട്ട് വരേണ്ടതാണോ എന്നുള്ള സംശയങ്ങൾ. ഈ സ്റ്റാൻസയുടെ അവസാനം കുത്ത് വേണമോ കുത്ത് വേണ്ടയോ, കോമ എവിടെയാണ് വേണ്ടത്, ഈ ഒരു സ്റ്റാൻസയ്ക്കും മറ്റൊരു സ്റ്റാൻസയ്ക്കും ഇടയ്ക്ക് എത്ര സ്ഥലം, സ്പേസ് വേണം, അത് വളരെ അർത്ഥവത്തായൊരു പ്രശ്നമാണ്. കാരണം കവിതയിൽ സംസാരിക്കുന്നത് ഭാഷ മാത്രമല്ല, മൗനം കൂടിയാണ്. മൗനം കവിതയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. മിണ്ടാതിരിക്കുമ്പോൾ കവി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അറിയാതെ അയാളുടെ ഉള്ളിലുള്ള അനേകം കാര്യങ്ങൾ അയാൾ അല്ലെങ്കിൽ അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അതിലെ മൗനങ്ങൾ, അതിൽ പറയാത്ത കാര്യങ്ങൾ കൂടി വായിക്കുമ്പോൾ മാത്രമേ ഒരു പക്ഷേ കവിത മുഴുവനാവുകയുള്ളൂ. കവിതയുടെ മിതത്വം എന്ന് ഞാൻ നേരത്തെ ഏതാണ്ട് സൂചിപ്പിച്ചത് ഇതുകൂടി മനസ്സിൽ വെച്ചാണ്. അല്പം ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ, പക്ഷെ അതിനേക്കാൾ അനേകം ഇരട്ടി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് ആ കവി പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ മൗനത്തിൻ്റെ ഇടവേളകളാണ്. വിട്ടുപോയൊരു വാക്ക്, പറയാതെ പോയ അല്ലെങ്കിൽ എഴുതാതെ പോയ ഒരു വരി, വാക്കുകൾക്കിടയ്ക്കോ വരികൾക്കിടയ്ക്കോ സ്റ്റാൻസകൾക്കിടയ്ക്കോ ഒക്കെയുള്ള ഒരു ഇടവേള, ഒരു സ്പേസ്, ഇതെല്ലാം ചേർന്നാണ് കവി ആത്യന്തികമായിട്ട് തൻ്റെ കവിത സൃഷ്ടിക്കുന്നത്. കവിതയുടെ ഘടനയിൽ വാക്കിന് എന്ന പോലെ ഈ മൗനത്തിനും ഒരു സവിശേഷമായ സ്ഥാനം ഉണ്ട്. അതുപോലെ തന്നെയാണ് കവിതയുടെ ഭാഷയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാവ്യ ബിംബങ്ങൾ അല്ലെങ്കിൽ ഇമേജുകളുണ്ട്, രൂപകങ്ങളുണ്ട്, ചിലപ്പോൾ ഉപമകളോ ഉൽപ്രേക്ഷകളോ ഒക്കെ ഉണ്ടാകുക. ഈ പേരുകളൊക്കെ പിന്നെ ഉണ്ടായതാണ്, ആദ്യം കവിതയാണ് ഉണ്ടായത്. ഇതൊക്കെ പണ്ഡിതന്മാരുണ്ടാക്കിയ കാര്യങ്ങളാണ്. എഴുതുന്ന കവി ഇതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഇതൊരു ഇമേജാണോ, ഇതൊരു മെറ്റഫർ അല്ലെങ്കിൽ ഒരു രൂപകമാണോ, ഇതൊരു ഉപമയാണോ ഉൽപ്രേക്ഷയാണോ ഒന്നും ആലോചിച്ചിട്ടല്ല കവി കവിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാൻ പറ്റിയ രൂപമാണ് ഉപയോഗിക്കുന്നു. പിന്നെ വായിക്കുന്ന ആളുകളോ പണ്ഡിതരോ നമ്മൾ പറയുന്ന മാഷന്മാരോ കണ്ടുപിടിക്കുന്നു ഇതൊരു ഉൽപ്രേക്ഷയാണ്, ഇത് രൂപകമാണ് എന്നെല്ലാം. എഴുതുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വളരെയൊന്നും ഉത്കണ്ഠപ്പെടാറില്ല. ഇതെല്ലാം ചേർന്ന്, അപ്പോൾ ഭാഷയുണ്ട്, ഇതെല്ലാം ചേർന്നുണ്ടാക്കുന്ന ഒരു ആകപ്പാട് ഘടനയുണ്ട്. 2 വരിയുള്ള കവിതയായാലും 2000 വരിയുള്ള കവിതയായാലും ആ കവിതയ്ക്കൊരു പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്, ഓർഗനൈസേഷൻ, അതിൻ്റെ സംഘാടനം നടക്കുന്നത് സവിശേഷമായൊരു രീതിയിലാണ്. അതും കവിതയുടെ ഒരു ഘടകം തന്നെയായി നാം കാണേണ്ടതുണ്ട്. ഭാഷ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും വരില്ല എന്നതുകൊണ്ടാണ് ഘടന എന്ന വാക്കുകൂടി കൂടുതലായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇതിങ്ങനെ ദിവസം മുഴുവൻ പറഞ്ഞു പോകുന്നത് ഞാൻ പറയുന്നില്ല. ഒരൊറ്റ കാര്യം ഒരു വാചകത്തിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളുമായിട്ടുള്ള അവരുടെ കവിത വായനയിലേക്കും അവരുമായിട്ടുള്ള സംഭാഷണത്തിലേക്കും ഒക്കെ കടക്കാം. അതായത് കവി എന്താണ് ചെയ്യുന്നത്, കവി ആരോടാണ് സംസാരിക്കുന്നത് എന്ന ചോദ്യം സാധാരണ ഉയരാറുണ്ട്. കവി ഒരേ സമയം അനേകം സംഭാഷണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അനേകം തലങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. കവി അവനവനോട് തന്നെ സംസാരിക്കുന്നുണ്ട്. അവനവൻ്റെ ഹൃദയത്തോടുന്നോ ആത്മാവിനോടുന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകളൊക്കെ ചേർക്കാം. പക്ഷെ ആത്യന്തികമായി അവനവനോട്, സെൽഫിനോട് സംസാരിക്കുന്നുണ്ട്. കവി മറ്റുള്ളവരോട്, വ്യക്തിയായി നിൽക്കുന്ന ആൾക്ക് പുറത്തുള്ള സമൂഹത്തോട് എന്ന് വേണമെങ്കിൽ പറയാം, മറ്റുള്ള മനുഷ്യരോട്, അയൽക്കാരോട്, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തോട് മുഴുവൻ തന്നെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുമായി സംവദിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. കവി പ്രകൃതിയുമായി സംസാരിക്കുന്നുണ്ട്. എല്ലാ കവികളും സംസാരിക്കുന്നുണ്ട്. എൻ്റെ അനേകം കവിതകൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വൃക്ഷം വായിക്കൽ എന്നൊക്കെ സമീപകാലത്തെ ഒരു കവിത പോലും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു അനുഭവം, ശരിക്കുള്ള അനുഭവം തന്നെയാണ്. ഇതൊക്കെ സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ്. വൃക്ഷത്തിൽ വന്നിരുന്നൊരു പക്ഷി കൂകുമ്പോഴോ വൃക്ഷത്തിലെ കാറ്റിൽ കൊമ്പ് അനങ്ങുമ്പോഴോ ഒക്കെ അത് വർത്തമാനം പറയുകയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ഇത് ഞാനത് മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. വലിയ ആത്മീയൊന്നും കിട്ടിയതല്ല. കാരണം എൻ്റെ അമ്മ വീട്ടിലെ പശുക്കളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അനേകം തവണ.
ഗോമതി എന്ന് പറഞ്ഞൊരു പശുവിനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വലിയ ഓർമ്മകളാക്കലുണ്ട്. അപ്പോൾ ആ പശു വേണ്ട പോലെ പാല് തരുന്നില്ല, കറക്കുന്നില്ല. അപ്പോൾ പറയും, നിൻ്റെ കുട്ടിക്കുള്ളത് എടുത്തോളൂ, എന്നിട്ട് ബാക്കിയുള്ളത് ഞാനൊന്ന് കറന്നോട്ടെ, നീ ഒന്ന് സമ്മതിക്കും, നീ എന്നെ ചവിട്ട കുത്തൊന്നും ചെയ്യാണ്ട് എന്നെ ഒന്ന് സമ്മതിക്കുമോ എന്ന് അമ്മ പശുവിനോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ മാവിലേക്ക് നോക്കി, എന്താ ഇക്കൊല്ലം മാവിൻ്റെ പൂക്കണ്ട കാലായല്ലോ, നീ എന്താ പൂക്കാതെ നിൽക്കുന്നത് എന്ന് മാവിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാവിനോട്, തെങ്ങിനോട്, കമുകിനോട്, ഇതേപോലെ മൃഗങ്ങളോട്, അത് നായയോടോ പശുവിനോടോ ഒക്കെ സംസാരിക്കുന്നു. പൂച്ചയോട് തീർച്ചയായിട്ടും പൂച്ചയോട് നമ്മളെല്ലാം സംസാരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ജന്തുവാണത്. കാരണം പൂച്ചയ്ക്ക് ഭാഷയുണ്ട്. സമീപകാലത്ത് ഞാനിതൊരു കവിയുടെ ഭാവന മാത്രമാണ് വിചാരിച്ചത്. സമീപകാലത്ത് ഒരു ശാസ്ത്രജ്ഞൻ പൂച്ചയുടെ ഭാഷ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ മുഴുവൻ ഞാൻ നൽകി, അതിൻ്റെ പൂച്ചയുടെ നിഘണ്ടുവൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ. പക്ഷേ അടുത്ത് വന്ന് ഇരിക്കുകയും ഒട്ടും ഭയപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ വിശ്വസിക്കുന്നു എന്നാണ്. പേടിയില്ല എന്നാണ് അർത്ഥം. നമ്മളുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ പതുക്കെ അതിനൊരു തലോടണമെന്ന് പോലും ആ പൂച്ച ആ സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നും അവർ പറയുന്നു. അതുപോലെ പൂച്ച കാലുകൊണ്ടും വാലുകൊണ്ടും ഒക്കെ അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്. വാലിങ്ങനെ വളച്ച് നിൽക്കുന്ന സമയങ്ങളുണ്ട്, വാല് താഴ്ത്തുന്ന സമയങ്ങളുണ്ട്, കുത്തിയിരിക്കുന്ന സമയങ്ങളുണ്ട്, കിടക്കുന്ന സമയങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ പല രീതികളിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒരു പൂച്ചയുടെ, ഞാൻ പറഞ്ഞ പോലെ പൂച്ചയുടെ നിഘണ്ടു വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. മനുഷ്യന് മാത്രമല്ല നിഘണ്ടുള്ളത്, പൂച്ചയ്ക്ക് ഒരു നിഘണ്ടുണ്ട്. പൂച്ചയ്ക്ക് വാക്കുകളില്ലെങ്കിലും സംസാരമുണ്ട്. വാക്കുകളില്ലെന്ന് പോലും പറഞ്ഞുകൂടാ. കാരണം അടുത്ത കാലത്തെ പല പഠനങ്ങളും കാണിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. മുമ്പേ കവികൾക്ക് പണ്ടേ അറിയാം. ഇപ്പോൾ പക്ഷികൾ ഒരു പ്രത്യേക തരത്തിൽ പലതരത്തിൽ കരയും. അവർക്ക് പൊതുവായൊരു കരച്ചിലുണ്ട്, നമുക്കറിയാം. കോയിലിൻ്റെ കരച്ചിൽ എങ്ങനെയാണ്, കാക്കയുടെ. പക്ഷേ ചില പ്രത്യേക തരത്തിൽ കരയുമ്പോൾ ഒന്നുകിൽ അത് അപകടത്തിൽപ്പെട്ടു വന്നാകാം, കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടുന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഇതാ മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് കാക്കയൊക്കെ സാധാരണ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് അവരെ വിളിച്ചു വരുത്തുന്നതാവാം. ഈ രീതിയിൽ മൃഗങ്ങൾ, പൂച്ചയും കരയുമ്പോൾ അതിൻ്റെ മ്യാവുവിൻ്റെ നീളവും അതിൻ്റെ നീളക്കുറവും എല്ലാം തന്നെ പൂച്ച അതിലൂടെ പൂച്ച ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അയ്യോ ഞാൻ അപകടത്തിലാണ്, അയ്യോ എൻ്റെ യജമാനെ കാണുന്നില്ല, അയ്യോ ഇന്ന് എനിക്ക് പാല് കിട്ടിയില്ല, ഇങ്ങനെ പൂച്ച പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പൂച്ചകളുടെ ഭാഷ എന്നും എൻ്റെ ഒരു കവിത ഉണ്ട് കേട്ടോ, കൂട്ടത്തിൽ പറയുകയാണ്. കാരണം ഞാനിവരൊക്കെ ഈ ഭാഷകൾ കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ എല്ലാ ജന്തുക്കൾക്കുമുള്ള ഭാഷയാണ്. മനുഷ്യരിലെത്തിയപ്പോൾ അത് മനുഷ്യനെ പോലെ തന്നെ കുറെ കൂടി സങ്കീർണമായി എന്ന് മാത്രം, കോംപ്ലക്സായി. അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ കൂടുതൽ വികാരങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരുന്നു. കാരണം മനുഷ്യ ജീവിതത്തിൽ സന്ദർഭങ്ങളുടെ എണ്ണം അത്ര കൂടുതലാണ്. പല സന്ദർഭങ്ങളുണ്ട്. പ്രേമത്തിൻ്റെ, പ്രേമഭംഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വഞ്ചനയുടെ, അനേകം അതുപോലെ സ്വന്തം പ്രതിസന്ധിയുടെ, സമൂഹത്തിൻ്റെ പ്രതിസന്ധിയുടെ, ലോകത്തിൻ്റെ, മനുഷ്യരാശിയുടെ തന്നെ പ്രതിസന്ധിയുടെ, ഇങ്ങനെയുള്ള അനേകം സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെയൊക്കെ ആവിഷ്കരിക്കാൻ പറ്റിയ ഭാഷ മനുഷ്യർക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ ഭാഷ കൂടുതൽ സങ്കീർണമാകുന്നു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, ഒന്ന്, മനുഷ്യർ കവികൾ അവരവരോട് തന്നെ സംസാരിക്കുന്നു. രണ്ട്, അപരരോട് അഥവാ ലോകത്തോട് സംസാരിക്കുന്നു. മൂന്ന്, പ്രകൃതിയോട് സംസാരിക്കുന്നു. നാലാമതൊരു സംസാരമുണ്ടോ? ഉണ്ട് എന്നെനിക്ക് സമീപകാലത്തെങ്കിലും തോന്നുന്നുണ്ട്. അത് പ്രപഞ്ചവുമായുള്ള സംസാരമാണ്. നമ്മൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു രാത്രി ആകാശത്തേക്ക് നോക്കുകയും അത്ഭുതം കൂറുകയും ചെയ്യുമ്പോൾ ഇത്രയധികം നക്ഷത്രങ്ങൾ, ഇത്രയധികം ലോകങ്ങൾ, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഈ സൗരയൂഥത്തിൻ്റെ മൂലയ്ക്കലിരിക്കുന്ന ഒരു കൊച്ചു ഗ്രഹം മാത്രമല്ലേ? അതിലൊരു ചെറിയ ജീവി മാത്രമല്ലേ മനുഷ്യൻ എന്ന രീതിയിലുള്ള ആലോചനകൾ. ആ സമയത്ത് നാം സംസാരിക്കുന്നത് നമ്മോടോ മറ്റുള്ളവരോടോ പ്രകൃതിയോട് പോലുമോ അല്ല. പ്രകൃതി സാധാരണ നമ്മൾ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. അതിനും അപ്പുറമുള്ള ഒരു
അതിന് പലതരത്തിലുള്ള പേരുകൾ ഉപയോഗിക്കാറുണ്ട്. അണ്ടകടാഹമായാലും ശരി, അതൊക്കെ ശരി തന്നെയാണ്. പലതരത്തിലുള്ള ലോകങ്ങളുടെ ഒരു കൂട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം ആവുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള വലിയ പ്രപഞ്ചത്തോട്, അതിന് പഴയ ആളുകൾ, ഉപനിഷത്തിൻ്റെ ആളുകളൊക്കെ ബ്രഹ്മാണ്ഡം എന്ന് പറയും. ബ്രഹ്മാവിട്ടൊരു മുട്ട ആണ് ഈ ലോകം എന്നുള്ള മട്ടിൽ. അപ്പോൾ അതുപോലെയുള്ള ഈ മഹാലോകം, അനേകം ലോകങ്ങൾ കലർന്ന ഒരു ലോകം, ആ ലോകത്തോടും കവി സംസാരിക്കുന്നുണ്ട്. നക്ഷത്രങ്ങളെ സംബോധന ചെയ്യുമ്പോൾ, സൂര്യനോടോ ചന്ദ്രനോടോ സംസാരിക്കുമ്പോൾ, എന്തുകൊണ്ട് ഇന്ന് നിലാവ് ഇത്ര മങ്ങിയതായി എന്ന് സംശയിക്കുമ്പോൾ, എന്തുകൊണ്ട് പതിവായി കാണാറുള്ള ചില നക്ഷത്രങ്ങൾ ഇന്ന് കാണുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ, മേഘങ്ങളുടെ അനേകം നിറങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, മഴവില്ലിൻ്റെ വിരിവിനെയോ കെടലിനെയോ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ നക്ഷത്രങ്ങൾക്കും അപ്പുറം നാം കാണാതിരിക്കുന്ന അനേകം നക്ഷത്രങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കവി അറിയാതെ ഈ മഹാപ്രപഞ്ചത്തെ കൂടി സംബോധന ചെയ്യുകയോ അതിനോടുകൂടി സംസാരിക്കുകയോ ആണ്. അങ്ങനെ അവനവനെയും മറ്റുള്ളവരെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സംബോധന ചെയ്യുകയാണ്. അവയോടൊക്കെയുള്ളൊരു സംസാരമാണ് കവിതയിൽ ഉള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംസാരം തിരഞ്ഞെടുക്കാം. പക്ഷെ ആത്യന്തികമായി കവിതയുടെ മുഴുവൻ ലോകവും നോക്കുകയാണെങ്കിൽ നാം ഈ തരത്തിലുള്ള പലതരം സംഭാഷണങ്ങൾ കാണും. ആ സംഭാഷണങ്ങൾക്ക് ചേർന്ന രീതിയിലുള്ള ഭാഷകൾ കവികൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്, നിർമ്മിച്ചുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. ഇത് ഞാൻ കവിതയെക്കുറിച്ചുള്ള രണ്ട് പോയിന്റ്സാണ് പറഞ്ഞത്. ഒന്ന് കവിതയുടെ ഘടകങ്ങൾ, ആദ്യം പറഞ്ഞതുപോലെ ഒരു അനുഭവം, ഓർമ്മ, ഭാവന, ഭാഷ, ഘടന, സ്ട്രക്ചർ. രണ്ടാമത് ഞാൻ പറഞ്ഞത് കവിതയിലെ സംസാരം, അവനവനോട്, മറ്റുള്ളവരോട്, പ്രകൃതിയോട്, പ്രപഞ്ചത്തോട്. രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനിങ്ങനെ വിസ്തരിച്ച് പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അനേകം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ ഞാനിവിടെ തൽക്കാലം ഈ പറച്ചിൽ നിർത്തുകയും കുട്ടികളെ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ കവിതകൾ, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാത്തിനൊന്നും എനിക്ക് ഉത്തരമൊന്നുമില്ല. കുറേ കാലമായിട്ട് എഴുതുന്ന അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മന്ത്രിയായാലും ശരി, ദൈവമായാലും ശരി, എല്ലാത്തിനും ഉത്തരം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് എങ്കിലും നമുക്ക് സംസാരിക്കാം, നമുക്ക് അറിവുകൾ കൈമാറാം. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക മാത്രമല്ല, നിങ്ങളിൽ നിന്ന് എനിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചർ രാവണി പറഞ്ഞതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓരോ കവിതകൾ വായിക്കുന്നു. അതിനുശേഷം നമ്മളൊരു ചെറിയ ചോദ്യോത്തരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു, എൻ്റെ സംശയങ്ങൾ ഞാൻ മറുപടിയായി പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ പറയുള്ളൂ. ആ സംശയത്തിനുള്ള ആത്യന്തികമായ മറുപടി ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് എൻ്റെ കയ്യിലും ഇല്ലാത്തതുപോലെ തന്നെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഒരാളുടെ കയ്യിലുമില്ല. കുറേ കാലമായി എഴുതുന്നു. 11 വയസ്സിൽ എഴുതി തുടങ്ങിയതാണ്. കുറേ കാലമായി 60-70 കൊല്ലം എഴുതി. ആ എഴുതിയതിൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാമെന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അത് പങ്കിടാൻ മാത്രമേ എനിക്ക് നിങ്ങളുമായി കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രധാന കുട്ടികൾ കവിത വായിക്കുകയല്ലേ, അങ്ങനെയാണ് രാവിലെ പറഞ്ഞത്. ആഷിപ്പ് ഇത്രയും നേരം കവിതയുടെ വർത്തമാനങ്ങളെക്കുറിച്ച്, കവിതയുടെ ഘടനയെക്കുറിച്ച് ഒക്കെ സംസാരിച്ചത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ? എല്ലാവരുടെയും കണ്ണിങ്ങനെ വികസിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ആകാശം പോലെ വികസിക്കുന്നത് കണ്ടു. നാളത്തെ കവികളാണ് നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൊരുത്ത് വെച്ച കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? മാഷ് പറഞ്ഞു എല്ലാത്തിനും എൻ്റെ കയ്യിൽ ഉത്തരവില്ല എന്ന് മാഷ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? പക്ഷേ മാഷ് അങ്ങനെ വെറുതെ പറഞ്ഞാണ് കേട്ടോ. മാഷിൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 99% മാഷിൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക. കവിതയെക്കുറിച്ച്, നിങ്ങളുടെ വർത്തമാനങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല. നിങ്ങൾ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ മാഷ് വളരെ നിങ്ങളോട് സംസാരിച്ചത് ഒരു കുട്ടിയായി തന്നെയാണ് അല്ലേ? കുറേ കാര്യങ്ങൾ പുഴയെക്കുറിച്ച്, മഴയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ പേടി കൂടാതെ മാഷോട് ചോദിക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടാ. റെഡിയാണല്ലേ? ഓക്കെ.
ശ്രീകൃഷ്ണപുരം HSSലെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പാലക്കാട് ജില്ലയിൽ. ഇപ്പോൾ മനുഷ്യരെ പോലെ കവിത എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നതും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതും. അപ്പോൾ അതായത് കണ്ടുപിടിച്ചത് മനുഷ്യന്മാരാണ്. അപ്പോൾ മനുഷ്യരെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആണോ കവിത എഴുതിയത് അതോ മനുഷ്യനാണോ കവിത എഴുതിയത് എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഈ കവിതയ്ക്കുള്ള പ്രസക്തി എന്താണ്? കവിതയ്ക്ക് മാത്രമല്ല ഏതൊരു കലയ്ക്കും. നമ്മൾ ചോദിച്ചത് വളരെ പ്രധാനമായ മനുഷ്യരാശി മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതൊരു ചെറിയ കുട്ടിയിൽ നിന്നാണ് വന്നതെങ്കിലും ചോദ്യം ചെറുതല്ല. എനിക്കും അതിന് ഈ പറഞ്ഞ പോലെ ആത്യന്തികമായ ഉത്തരമില്ല. കാരണം എങ്ങോട്ട് പോകുന്നു? എന്ന് പറയുന്നത് മറ്റുള്ള നമ്മൾ റോബോട്ടിനെയൊക്കെ പറ്റി പറയുന്ന പോലെ ഒരു സഹായി മാത്രമല്ല, അതിന് ഏജൻസി ഉണ്ടെന്ന് പറയാം. അതായത് അതിന് സ്വയം തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങളെ മാറ്റിമറിക്കാനും. ആദ്യമായിട്ടാണ് മനുഷ്യന് അത്തരത്തിൽ ഒരു കണ്ടുപിടുത്തം ഉണ്ടാക്കുന്നത്. റോബോട്ടൊക്കെ നമ്മൾ പറയുന്നതനുസരിക്കുന്നു, നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഹോട്ടലിൽ വിളമ്പലായാലും ശരി, വീട്ടിൽ കുക്ക് ചെയ്യലായാലും ശരി, ഒക്കെ അതൊക്കെ ചെയ്തോളും. അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കും. ഈ എയുടെ പ്രത്യേകത, എയ്ക്ക് ചിലപ്പോഴൊക്കെ സ്വയം തന്നെ തീരുമാനമെടുക്കാനും സംസാരിക്കാനും കഴിയുന്നു. എയിൽ ഫീഡ് ചെയ്ത് വച്ചിരിക്കുന്നത് നമ്മൾ ഫീഡ് ചെയ്ത് മാത്രമല്ല, അത് നിരന്തരമായിട്ട് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്തെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാവുന്ന രീതിയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വന്ന കാലത്ത്, ഈ മെറ്റ വന്ന കാലത്ത് ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യം ഞാൻ എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് പറയാം. ആദ്യം ചെയ്തത്, ഞാൻ മെറ്റയോടൊരു ചോദ്യം ചോദിച്ചു. കേരളത്തെ പറ്റി വില്യം വേർഡ്സ്വർത്ത് ഒരു കവിത എഴുതിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. 1 മിനിറ്റ് 12 വരി ഉള്ളൊരു കവിത വന്നു. അത് കണ്ടാൽ 2 കാര്യങ്ങൾ അതിൽ ഞാൻ പഠിച്ചു. പക്ഷെ അവിടെ നിന്നൊക്കെ ഇനിയും മുന്നോട്ട് പോകും. അത് അധികം മുന്നോട്ട് പോകാത്തൊരു കാലത്താണ്, വന്ന കാലത്താണ്. അപ്പോൾ അത് തന്നത് വരികൾ നോക്കിയാൽ നമുക്ക് വേർഡ്സ്വർത്തിൻ്റെ ആണെന്ന് തോന്നും. ചില പ്രയോഗങ്ങൾ, ഡാഫോഡിൽസൊക്കെ ഉള്ള കവിതകൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർഡ്സ്വർത്തിൻ്റെ പ്രകൃതിയെ പറ്റിയുള്ള കവിതകൾ, അല്ലെങ്കിൽ ടെൻഷൻ അബി ലൈൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള കുന്നുകളെ പറ്റി, മരങ്ങളെ പറ്റി. പ്രകൃതിയുടെ കവിയായിരുന്നു പ്രധാനമായിട്ടും വേർഡ്സ്വർത്ത്. കുന്നുകളുടെയും പ്രകൃതിയുടെയും പ്രകൃതിയെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെയും കവി. ടെൻഷൻ അബി ലൈൻസിലൊരു മെഡിറ്റേഷൻ ഉണ്ട്, ധ്യാനമുണ്ട്. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ആണെന്ന് തോന്നിക്കുന്ന ചില പ്രയോഗങ്ങളും വാക്കുകളുമെല്ലാം അതിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ വൃത്തം വളരെ കൃത്യമായിരുന്നു. അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്ന, പലപ്പോഴും വേർഡ്സ്വർത്ത് തന്നെ ഉപയോഗിച്ചിരുന്ന അതേ വൃത്തമായിരുന്നു അതിൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇതൊക്കെ ആയിട്ടും ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ എളുപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞത് വേർഡ്സ്വർത്ത് എഴുതിയതല്ല. അതായത് വേർഡ്സ്വർത്ത് ഇങ്ങനെ എഴുതാനിടയില്ല. അതിന് കാരണം ഒരുപക്ഷെ ഇനി ഭാവിയിൽ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും മനുഷ്യനെ യുണീക്ക് ആക്കുന്ന, അപൂർവമാക്കുന്ന, മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്തോ ഒന്നുണ്ട്. ഓരോ വ്യക്തിയെയും വ്യത്യസ്തയോ ആക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വ്യക്തി ലോകവുമായി ബന്ധപ്പെടുന്ന രീതികളും ആ ലോകത്തെക്കുറിച്ച് വ്യക്തിയിലുണ്ടാകുന്ന ചിന്തകളും ആ ലോകത്തെക്കുറിച്ചുള്ള ഒരു അഗാധമായ ധ്യാനവും ഇതെല്ലാ മനുഷ്യരിലും ഉണ്ട്. ഞാൻ അതിൽ കാണാതിരുന്ന പ്രധാന കാര്യം വേർഡ്സ്വർത്തിനുണ്ടായിരുന്നൊരു ധ്യാനാത്മകതയാണ്. ധ്യാനം എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ എനിക്കറിയാം, അതിൻ്റെയൊക്കെ വളരെ ചീത്ത അർത്ഥങ്ങളുള്ള കാലമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൂല അർത്ഥത്തിലാണ്. മെഡിറ്റേഷൻ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ആകെക്കുറിച്ചുള്ള ഒരു ആലോചന, ഈ പ്രകൃതിയും ആയിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ ആലോചന, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഏകാഗിയായി മൂകനായി ഇരിക്കുന്ന ബുദ്ധനെ പോലെ ഒരാൾക്ക് ഉണ്ടാകാവുന്ന ചില വെളിപാടുകൾ,
ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് ശരിയായ വേർഡ് സോർത്തിനെ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കിട്ടും. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഏറ്റവും നല്ല കവിതയായിട്ട് ഞാൻ കരുതുന്ന, അനേകം കൊല്ലം പഠിപ്പിച്ച ഞാൻ നിങ്ങളൊരു ഇംഗ്ലീഷ് ഭാഷയായിരുന്നു, ഒരു 24 വർഷം ക്രൈസ്റ്റ് കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയിട്ട് വീണ്ടും ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേർഡ്സ്വർത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ടിൻറ്റൻ ആബി ലൈൻസ് എന്ന് പറയുന്ന, ടിൻറ്റൻ ആബി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം എഴുതിയ കുറേ വരികൾ. ആ വരികളിലാണ് ഈ തരത്തിലുള്ളൊരു ഒരു ഡീപ്പ് മെഡിറ്റേഷൻ, അഗാധമായ ധ്യാനം എന്നൊക്കെ പറയാവുന്ന, ചിന്തയുടെ ഒരു ഉയരം എന്നോ ആഴം എന്നോ പറയേണ്ടതെന്ന് അറിയാത്ത രീതിയിലുള്ളൊരു അവസ്ഥയാണത്. ആ രീതിയിലുള്ളൊരു അവസ്ഥ ഞാൻ അതിൽ കണ്ടു. ആ തരത്തിലുള്ള ഒരു പ്രകാശം, ഒരു ഔജ്വല്യം, ഒരു ചൈതന്യം, അത് പലപ്പോഴും ഈ AI എഴുതി തന്ന കവിതയിൽ ഞാൻ കണ്ടില്ല. അതെനിക്ക് ഒരു യന്ത്രം എഴുതിയതാണ് എന്ന് തന്നെ തോന്നി. ഞാൻ പറഞ്ഞ പോലെ വൃത്തമൊക്കെ കൃത്യമായിരുന്നു, ബാക്കി കാര്യങ്ങളിലൊന്നും തെറ്റില്ല, വേർഡ്സ്വർത്ത് ഉപയോഗിച്ചിരുന്ന ചില ശൈലികളും വാക്കുകളും ഒക്കെ അതിലുണ്ട്. എങ്കിലും അതിൽ ഒരു മനുഷ്യൻ്റെ, കുട്ടികൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, അന്തപ്രകാശം, അതായത് ഉള്ളിലുള്ള വെളിച്ചം, ആ ഉൾവെളിച്ചം ഒരുപക്ഷെ ആ കവിതയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ തരത്തിലുള്ള ഒരു വ്യത്യാസം അത് നിങ്ങൾക്കൊക്കെ തന്നെ പരീക്ഷിക്കാവുന്നതാണ്. മെറ്റയോടൊക്കെ ചോദിക്കാം, ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും കവിയുടെ രീതിയിൽ ഇന്ന വിഷയത്തെ പറ്റിയിട്ട് കുറച്ച് വരികൾ എഴുതിത്തരും. പക്ഷേ ഈ വരികൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ആന്തരികമായ ഒരു വെളിച്ചമോ ലോകത്തെക്കുറിച്ചുള്ള മൗലികമായ പുതിയതായ ഒരു ആലോചനയോ പലപ്പോഴും ഉണ്ട്. മൗലികത എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് കവിതയ്ക്ക്, എല്ലാ സാഹിത്യത്തിനും. നല്ലത് എന്ന് നാം പറയുന്ന സാഹിത്യത്തിന് മുഴുവൻ തന്നെ ഒരു മൗലികതയുണ്ട്. അതിന് മുമ്പ് ഇല്ലാതിരിക്കുന്ന മൗലികത എന്നുള്ള മൂലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അടിയിലേക്ക് പോകുന്ന ഒരു അപൂർവമായ ഒന്ന്, നമ്മൾ ഒറിജിനാലിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന മൗലികത. ആ മൗലികത പലപ്പോഴും ഇതുവരെയുള്ള ഈ തരത്തിലുള്ള AI സൃഷ്ടികളിൽ ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഒത്തിരിക്കും, പക്ഷേ അത് ഒറിജിനലാണെന്ന്, അത് നമ്മെ തന്നെ ലോകത്തിന് വേണ്ടി പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് ഇതുവരെയുള്ള ആ തരത്തിലുള്ള സൃഷ്ടികൾ കണ്ടിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം ഞാനത് പരീക്ഷ നോക്കിയിട്ട്, പക്ഷേ അത് അവിടെ നിന്ന് അധികമൊന്നും മുന്നോട്ട് നീങ്ങിയതായിട്ട് തോന്നുന്നില്ല. ഞാൻ ഭാവി പ്രവചിക്കാൻ ഞാൻ ആളല്ല. ഭാഗ്യവശാൽ ഞാനൊരു പക്ഷേ അത് സ്വന്തമായി നല്ല കവിത എഴുതി തുടങ്ങുന്നിടത്തോളം ഇരിക്കില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കവിതകൾ കണ്ടാൽ നമുക്കറിയാം ഇതൊരു മനുഷ്യൻ എഴുതിയതല്ല. ഇതിലെ ആ മനുഷ്യൻ്റെ ഒരു ഉൾവെളിച്ചമോ ചിന്തയുടെ ആ ഒരു ജ്വാലയോ അല്ലെങ്കിൽ അതിൻ്റെ തിളക്കമോ ചൈതന്യമോ ഇല്ല എന്ന്, അതിലൊരു പുതിയ ബിംബമോ പുതിയ ഉപമയോ പുതിയ രൂപകമോ ഇല്ല എന്ന് നമുക്ക് വളരെ വേഗം മനസ്സിലാവും. അപ്പോൾ AI മനുഷ്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ മനുഷ്യനെ കടന്നു പോവുകയോ മനുഷ്യന് തുല്യനോ അല്ലെങ്കിൽ അതിന് ജെൻഡർ ഉണ്ടോ എന്ന് അറിഞ്ഞിടോ, അതിന് തുല്യമോ മനുഷ്യന് തുല്യമോ ആയി കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്ക് അത് പറ്റിക്കാൻ പറ്റും, നമ്മൾ പറ്റിക്കാൻ വേണ്ടി എഴുതുകയാണ്. എന്നിട്ടൊരു പക്ഷേ പത്രാധിപർക്ക് അയച്ചു കൊടുത്താൽ ആ പത്രാധിപർ പബ്ലിഷ് ചെയ്തൊന്നും വരും. ഈ പത്രാധിപർ തന്നെ AI ആണെന്ന് നമുക്കറിയാത്തൊരു കാലമാണത്. അപ്പം അതുകൊണ്ട്